നമ്മുടെ നാട്ടിലൊക്കെ ചേര എന്ന് പറയുന്ന പാമ്പുണ്ട്. ഈ ഒരു പാമ്പ് വെനമില്ലാത്ത പാമ്പ് വർഗ്ഗത്തിൽ പെടുന്നൊരു പാമ്പാണ്. ഈ ഒരു പാമ്പ് കടിച്ചിട്ട് മുമ്പ് ഞാൻ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാമ്പ് കടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ളത്. യഥാർത്ഥത്തിൽ മരണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ആ പാമ്പ് കടിച്ചതല്ലായിരുന്നു, അറ്റാക്ക് വന്നിട്ടാണ് പുള്ളി മരണപ്പെട്ടത്. ആ പാമ്പ് കടിച്ചു, ഞാൻ മരിക്കുകയാണെന്നുള്ള ആ ഒരു ഷോക്കിൽ പുള്ളിക്ക് എന്ത് ചെയ്തു, അറ്റാക്ക് വരികയും തൽഫലം പുള്ളി മരണപ്പെടുകയും ചെയ്തു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ ഒരു ഭീതി നമ്മളെ തന്നെ കൊല്ലാൻ എന്ത് ചെയ്യാം, ഒരു കാരണമായി വന്നേക്കാം. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടിൽ. നമ്മൾ പോലും അറിയാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആങ്സൈറ്റി. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹെഡ് ഏക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൽ കാണിക്കുന്നത് ഹെഡ് ഏക്ക് വന്നിട്ട് ഒരുപാട് അവസ്ഥകൾ വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ എക്സാമ്പിൾസ് ആണ്. ഹെഡ് ഏക്ക് വന്ന് മരിച്ചുപോയ ആളുകൾ, ഹെഡ് ഏക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്ന ആളുകൾ, നിരന്തരമായിട്ട് ഹെഡ് ഏക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്താണ്, നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗൂഗിൾ എന്ന് പറയുന്ന മാധ്യമത്തെ ആശ്രയിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് എന്തായിരിക്കും, ടെൻഷനും ആങ്സൈറ്റിയും ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം വന്നാലും ഗൂഗിളിനെയും ജെമിനയെയും ചാറ്റ്ജിപിടിനെയും ആശ്രയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനിങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്ന സമയത്ത് ഞാൻ വീണു, എൻ്റെ കയ്യിന് ചെറിയൊരു ചതവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, എടാ എൻ്റെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നോക്കണം എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണെങ്കിൽ എന്ത് ചെയ്യും, എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവൻ സംസാരിക്കും. എടാ പേടിക്കേണ്ടത്, കുഴപ്പമൊന്നുമില്ല, ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ, ഉളുക്കോ ചതവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഒരുപാട് ആളുകൾക്കൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്, നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയും. ഇതേ കാര്യം ഞാൻ ചാറ്റ്ജിപിടിയോടോ ഗൂഗിളിനോട് ഇതിനോടൊക്കെ ചോദിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, മിക്കപ്പോഴും അത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഓക്കെ, അതായത് കറക്റ്റ് റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് എനിക്ക് തരുന്ന സമയങ്ങളിൽ എനിക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാകും. കാരണം ചാറ്റ്ജിപിടി, ജെമിനായി, ഗൂഗിൾ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഇമോഷൻ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഓക്കെ, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഇമോഷണലായിട്ട് ഇത് പറഞ്ഞാൽ അവന് പെയിൻ ആകും, അല്ലെങ്കിൽ ഇന്ന കാര്യം ഡയറക്റ്റായിട്ട് അവനോട് പറയാൻ പാടില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും മാറില്ല എന്ന് അവനോട് പറയാൻ പാടില്ല, ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല. അവരെന്താ പറയുക, ഇമോഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരവസ്ഥ. അതായത് എല്ലാ സത്യങ്ങളും തുറന്നങ്ങോട്ട് പറയും. പ്രത്യേകിച്ചൊരു മറയോ കാര്യങ്ങളോ ഒന്നുമില്ല, മറവെക്കാൻ എന്തില്ല, അതൊരു ഇമോഷൻ ഇല്ലാത്ത ഒരു AI ആണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രസവ സമയങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങൾ തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞെടുക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ, ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന സമയങ്ങളിൽ ഇവർ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെയാണെങ്കിൽ ഇവർ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. ഈ ഡയറക്റ്റായിട്ട് പറയുന്ന സമയങ്ങളിൽ അതിൽ നല്ലൊരു പെർസെൻറ്റേജ് നെഗറ്റീവ്സ് ഉണ്ടാവും. ഓക്കെ, ഈ നെഗറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആങ്സൈറ്റി കൂടാനുള്ള സാധ്യത വരും. ഒരുപാട് ആങ്സൈറ്റീസ് വരും. ഇങ്ങനെ സംഭവിക്കുമോ, എനിക്കെന്തെങ്കിലും പറ്റുമോ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, റൈറ്റ് പേഴ്സണോട് കാര്യങ്ങൾ ചോദിക്കുക. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യേണ്ട, നമ്മൾ ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് ചോദിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വ്യക്തികളോട് ചോദിക്കുക. എന്തെങ്കിലും പഠിക്കാനോ പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു റിസ്കി അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഇത്തരം മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറാവരുത്. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഗൂഗിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണിച്ചത് എനിക്ക് OCD ആണെന്നാണ്. അതായത് എനിക്ക് മെൻ്റൽ ഡിസോർഡർ ഉള്ളൊരു വ്യക്തിയാണ് ഞാനെന്നാണ് ഗൂഗിൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ചാറ്റ്ജിപിടി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു മാനസികമായിട്ടൊരു രോഗിയായിരിക്കും. ഈ സമയങ്ങളിൽ എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് പോയി, ഞാനൊരു മാനസിക രോഗിയാണെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് വന്നു. ശേഷം ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയ സമയത്ത് അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇതൊരു സാധാരണയായിട്ട് വരുന്നൊരവസ്ഥയാണ്, ഇതിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ നീറ്റായിട്ട് ഡീൽ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, എനിക്ക് അത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെയായി.
അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സെർച്ചിങ് നല്ലതല്ല എന്ന് മനസ്സിലാക്കി എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലും ഈ ഒരു കാര്യം പറയാൻ വന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, എല്ലാ ഡൗട്ടുകളും ഇങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കുക. ഈ സമയങ്ങളിൽ ഓപ്പോസിറ്റ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മിനിമം ബോധം നിങ്ങൾക്ക് വേണം. അതായത് ഈ ഒരു AI എന്ന് പറയുന്ന ഒരു ടൂളിന് ഇമോഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് ആരോട് ചോദിക്കും? ഇപ്പോൾ നിങ്ങൾ പറയും മനുഷ്യന്മാരോട് ചോദിക്കാൻ പറ്റുമോ? അവർ ഇതിനേക്കാളും വലിയ പേടിപ്പിക്കലല്ലേ. അല്ലെ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഇതിനേക്കാളും വലിയ പേടിപ്പിക്കലായിരിക്കും ചിലപ്പോൾ. അവിടെയാണ് റൈറ്റ് പേഴ്സണോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, മെൻ്റൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം. അതാണ് റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് കുമാരേട്ടനോട് പോയിട്ട് എനിക്ക് ഇന്ന പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറയും? അയാളതിനെ പേടിപ്പിച്ചുകൊണ്ടോ അവിടെ ഇങ്ങനെ സംഭവിച്ച ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒക്കെ അയാൾ നടന്ന് അയാളുടെ ലൈഫിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ വെച്ച് വിലയിരുത്തിക്കൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് പേഴ്സണോട് ചോദിക്കാൻ പഠിക്കണം. അതായത് നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും എന്ത് ചെയ്യുക, കണ്ടവനോടും അവനോടും ഇവനോടും നല്ല ചോദിക്കേണ്ടത്. ഇത് ചോദിക്കേണ്ട വ്യക്തി ആരാണോ അവനോടാണ് ചോദിക്കേണ്ടത്. അതായത് നിങ്ങൾക്കൊരു ഡോക്ടറോട് പറയേണ്ട കാര്യം നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു വക്കീലിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് രണ്ട് തസ്തികയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് കാര്യമാണെങ്കിലും അതാത് മേഖലയിലുള്ള എക്സ്പേർട്സിനോട് ചോദിച്ച് പഠിക്കുക. കാരണം ഈ സമയത്താണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവുക. ഇതിനെ തന്നെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്പേർട്സിൽ തന്നെ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളുണ്ട്, തീരെ മെച്ചൂർഡ് അല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിത്വവും ഓരോരുത്തരുടെ സ്കില്ലും എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഡിപ്പെൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ്പേർട്സിൽ തന്നെ നല്ല വ്യക്തിനെ ചൂസ് ചെയ്യുന്നതും നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതായത് ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? പുള്ളിയുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. ആ സമയം നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ഭീതി കൂടും. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിളും ജെമിനിയും ChatGPT ഒക്കെ പോലെ തന്നെയാണ് യൂട്യൂബും. ചില സമയങ്ങളിൽ സംടൈംസ് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമങ്ങളും ഇതുപോലെ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യൂവേഴ്സ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ സമയങ്ങളിൽ ഈ തംബ്നെയിൽസിൽ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും കണ്ടന്റിൽ ഉണ്ടാവുക. അപ്പോൾ കണ്ടന്റ് ചിലപ്പോൾ ക്ലീൻ ആയിരിക്കും, തംബ്നെയിൽസ് ചിലപ്പോൾ മോശമായിരിക്കും. ഇതൊക്കെ കാണുന്ന സമയങ്ങളിൽ നമുക്ക് ഭീതി കൂടും. അതായത് ഇന്ന കാര്യം യൂസ് ചെയ്യുന്നുണ്ടോ, ഇന്ന ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ വരാം. ഇങ്ങനെയൊക്കെ കാണുന്ന സമയങ്ങളിൽ നമുക്ക് ആങ്സൈറ്റി കൂടത്തില്ലേ? ഇപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കൂടുതലാണ് തോന്നുന്നു ഇങ്ങനെയുള്ള കണ്ടൻസ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അനാവശ്യമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ ആശ്രയിക്കാതെ ആ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ആരാണോ അവരെ ആശ്രയിക്കാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും, ഒരുപാട് ആങ്സൈറ്റീസ് കുറയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്? നമുക്ക് ആങ്സൈറ്റീസ് ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 60,000 മുതൽ 70,000 വരെ തോട്ട്സ് അവൻ്റെ ബ്രെയിനിലൂടെ പാസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏകദേശം 70% നെഗറ്റീവ്സ് ആണെങ്കിൽ ഏകദേശം 90% റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളുമായിരിക്കും. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് എന്ത് ചെയ്യും? ഒരു ഓവർ തിങ്കറായിട്ട് തലയൊക്കെ കൂടെ പുകഞ്ഞ് ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി കൂടി നിങ്ങളെ തന്നെ ഒരു രോഗിയാക്കി മാറ്റും. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് ശ്രമിക്കുക എന്ന് മാത്രമല്ല, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ട്സിലും ഇത്തരത്തിലുള്ള ചിന്താഗതിയും ഇത്തരത്തിലുള്ള ഹാബിറ്റുള്ളൊരു വ്യക്തി ഉണ്ടാവും. അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യുന്നത് ഒരു പരിധിവരെ റോങ് ആണ്. നമ്മളെന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക. കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം മാധ്യമങ്ങളെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തുടർന്ന് നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.